രാവിലെ ആദ്യം ഉറക്കമുണർന്നത് റിച്ചിയാണ്. തൻ്റെ നെഞ്ചിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടക്കുന്നവളെ അവൻ കണ്ണുമിച്ച മതി നോക്കിയിരുന്നു. കൈ ഉയർത്തി റിച്ചി അവളുടെ കവിളിൽ തലോടി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ റിച്ചി കൈ പിൻവലിച്ചു. മരിയെ ഉണർത്താതെ തന്നെ ബെഡിലേക്ക് ഇറക്കി കിടത്തി ബാത്റൂമിലേക്ക് പോയി. റിച്ചി കുളിച്ചിറങ്ങുമ്പോഴേക്കും മരിയ ഉണർന്നിരുന്നു. ബെഡിലിരുന്ന് കാര്യമായി എന്തോ ആലോചനയിലാണ് മരിയ. അതുകൊണ്ട് തന്നെ റിച്ചി അവിടെ നിൽക്കുന്നുവെന്നോ അറിഞ്ഞില്ല. മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് റിച്ചി താഴേക്ക് പോയി. ബെന്നിയും മത്തായിച്ചനും റിച്ചിയെ കാത്തുന്ന പോലെ സെറ്റിയിലിരിക്കുന്നുണ്ട്. റിച്ചി താഴെ എത്തിയതും ഡൈനിങ് ടേബിളിൽ അരികിലേക്ക് പോയി. മത്തായിച്ചനും ബെന്നിയും റിച്ചിയുടെ അടുത്ത് ചെന്നിരുന്നു. ആ കൊച്ചു ജീവനോടെ ഉണ്ടോ റിച്ചി? ബെന്നി റിച്ചിയെ ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മോനെ റിച്ചി, അത് പിന്നെ ആ കൊച്ചിന്നലെ അവിടെ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ല. ഇത്രയും സമയമായിട്ട് ഇപ്പോഴാണ് ഇത് പറയുന്നേ. പിന്നെ ഇന്നലെ പറയാൻ പറ്റുന്ന കോലത്തിലാണല്ലോ നീ കയറി വന്നത്. മരിയ, ദേഷ്യത്തോടുള്ള റിച്ചിയുടെ അലർച്ച കേട്ട് ബെന്നി രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചു. നിനക്ക് ആ കൊച്ചിനെ അങ്ങോട്ട് ചെന്ന് വിളിച്ചാൽ എന്താടാ? ഇവിടെ കിടന്ന് അണ്ണാക്ക് വലിച്ച് കയറി ബാക്കിയുള്ളവരുടെ ചെവി കൂടി പൊട്ടിക്കാൻ. റിച്ചി എഴുന്നേറ്റ് കസേര പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ മുകളിലേക്കുള്ള പടികൾ കയറി. റിച്ചി മുറിയിൽ ചെന്ന് നോക്കിയിട്ട് മരിയയെ അവിടെയെങ്ങും കണ്ടില്ല. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് റിച്ചി ബെഡിലിരുന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ മരിയയെ കണ്ടു. വലിഞ്ഞു മുറുകിയ മുഖവുമായി ബെഡിലിരിക്കുന്ന റിച്ചിയെ. മരിയയ്ക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടി തോന്നി. അവിടെ തന്നെ നിന്നു. തലയുയർത്തി നോക്കിയ റിച്ചി കാണുന്നത് തന്നെ പേടിയോടെ നോക്കി നിൽക്കുന്ന മരിയയാണ്. റിച്ചി ബെഡിൽ നിന്നും എഴുന്നേറ്റ് മരിയയ്ക്ക് അരികിലേക്ക് ചെന്നതും അവൾ പേടിച്ച് പുറകിലേക്ക് നടന്നു. ഭിത്തിയിൽ തട്ടി നിന്നു. റിച്ചി മരിയയ്ക്ക് അരികിലേക്ക് ചെന്നു. നീ ഇന്നലെ എന്തെങ്കിലും കഴിച്ചോ? ദേഷ്യം ഒട്ടും കുറക്കാതെ തന്നെയാണ് റിച്ചി അത് ചോദിച്ചത്. മരിയില്ല എന്നർത്ഥത്തിൽ തലയനക്കി. നിന്റെ വായിൽ നാക്കില്ലേടി? റിച്ചിയുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് പേടിച്ച് മരിയ തല താഴ്ത്തി നിന്നു. മുഖത്തോട്ട് നോക്ക് മരിയ. മരിയെ പേടിച്ച് കറിച്ച് റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി. നിറഞ്ഞു തുളുമ്പാറായ മരിയയുടെ കണ്ണു കണ്ട് റിച്ചിക്ക് മനസ്സിലെന്തോ ഭാരം പോലെ തോന്നി. കൈമുഷ്ടി ചുരുട്ടി റിച്ചി ഭിത്തിയിലേക്ക് ഇടിച്ചു. കണ്ണുകൾ അടച്ച് തൻ്റെ ദേഷ്യത്തിൽ നിയന്ത്രിച്ചു. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ആംഗ്യം കാണിക്കാനും മൂളാനൊക്കാനും നിൽക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. വാ തുറന്ന് മറുപടി പറയണം. മനസ്സിലായോ? മനസ്സിലായി. നിനക്ക് വിശക്കുന്നില്ലേ? ഉണ്ട്. വാ. റിച്ചി മരിയുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ റിച്ചിക്ക് അടുത്തായി അവളെ ഇരുത്തി. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് റിച്ചി തന്നെ 4 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഒഴിച്ചു കൊടുത്തു. കഴിക്ക്. റിച്ചി മരിയെ നോക്കി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. റിച്ചിയെ പേടിച്ച് ഒന്നും മിണ്ടാതെ മരിയെ കഴിച്ചു തുടങ്ങി. ഇതെല്ലാം കണ്ട് വായും പൊളിച്ചിരിക്കുവാണ് ബെന്നിയും മത്തായിച്ചനും. റിച്ചിയുടെ മരിയോടുള്ള ഓരോ ഭാവവും അവർക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു. നീ ആരുടെ വായിൽ നോക്കി ഇരിക്കുവാടാ? കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. മരിയ 3 ചപ്പാത്തി കഴിച്ചിട്ട് ദയനീയമായി റിച്ചിയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ റിച്ചി പറഞ്ഞു. മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. റിച്ചിയുടെ ദേഷ്യം പേടിച്ച് ബാക്കിയായിരുന്ന ഒരു ചപ്പാത്തി കൂടി എങ്ങനെയൊക്കെയോ മരിയ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് ഗാംഭീര്യം നിറഞ്ഞ റിച്ചിയുടെ ശബ്ദം കേട്ടത്. മരിയ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. എങ്ങോട്ടാ? മരിയ മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. റിച്ചിയുടെ ദേഷ്യത്തിന്റെ കാരണം മനസ്സിലായതുകൊണ്ട് മരിയ കാര്യം പറഞ്ഞു. ഞാൻ മുകളിലോട്ട്. അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് മോങ്ങാനല്ലേ? ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ ഇനി കാരണമില്ലാതെ നീ ചുമ്മാ ഇരുന്ന് കരയുന്നത് കണ്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ചു കൂട്ടും. മനസ്സിലായല്ലോ? മരിയ മനസ്സിലായെന്ന് പറഞ്ഞു. റിച്ചി അപ്പോഴാണ് മരിയയുടെ വേഷം ശ്രദ്ധിക്കുന്നത്. റിച്ചി മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. റിച്ചി പോയിട്ട് മരിയ സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ്. വാ മോളെ, ഇവിടെ വന്നിരിക്കുക. മരിയ പേടിയോടെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ BP കൂടി ട്രിപ്പ് ഇടേണ്ടി വരും. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല കൊച്ചേ. മരിയ പെന്നിയെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. മോൾക്ക് ഞങ്ങളെ ഒന്നും അറിയില്ലല്ലോ. ഞാൻ പെന്നി, റിച്ചിയുടെ ഒരു കൂട്ടുകാരൻ. മരിയ മത്തായിച്ചനെ നോക്കി. ഞാൻ മത്തായി. റിച്ചി വിളിക്കുന്നത് പോലെ മോൾ എന്നെ മത്തായിച്ചാന്ന് വിളിച്ചാൽ മതി. ഞാനാണ് റിച്ചിയെ വളർത്തിയത്. അച്ഛനാണോ? അല്ല മോളെ, റിച്ചിമോനെ എനിക്ക് കുഞ്ഞിലെ ഇവിടുത്തെ കോളനിയിൽ നിന്ന് കിട്ടിയതാ. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കും അറിയില്ല. ആരോ പ്രസവിച്ച് ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ തന്നെ ബോംബെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി ആരും കൂടുതലൊന്നും തിരക്കാറില്ല. കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഞാൻ വളർത്തി എൻ്റെ മോനായിട്ട്. വളർന്നു വന്നപ്പോൾ അവന് മനസ്സിലായി ഞാൻ അവൻ്റെ ആരുമല്ലെന്ന്. പക്ഷെ ഇന്ന് വരെ എന്നോട് അതിൻ്റെ അകൽച്ചയൊന്നും കാണിച്ചിട്ടില്ല. പാവമാണ് എൻ്റെ റിച്ചി. സാഹചര്യമാണ് മോളെ അവനെ ഇങ്ങനെയാക്കി മാറ്റിയത്. മത്തായിച്ചൻ വിഷമത്തോട് തലകുനിച്ചിരുന്നു. ബോംബെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജനനത്തിന് പിന്നിൽ എല്ലാവർക്കും പറയാൻ ഒരു കഥയുള്ളൂ. പഠിക്കുന്ന സമയത്തൊക്കെ അവൻ ഒരുപാട് പേര് അന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. ആരോ ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത അവൻ എന്ത് ചെയ്യാനാ? ഞാൻ അവനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൻ എന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ വിട്ടില്ല. പതുക്കെ അവൻ എന്നെ കൂടെ കൂട്ടി. ഞാൻ അറിയുന്ന എൻ്റെ റിച്ചി പാവമാണ്. എല്ലാവരുടെയും കളിയാക്കുകൾ കേട്ട് ജന്മം നൽകിയവരവൻ വെറുത്തു തുടങ്ങി. ആ വെറുപ്പ് എല്ലാ പെണ്ണുങ്ങളോടുമുണ്ട്. എനിക്ക് പേടിയാ. മോൾ എന്തിനാ പേടിക്കുന്നത്? നീ വീട്ടിൽ ഈ റിച്ചി ആരെങ്കിലും കയറ്റി താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവന് ഇഷ്ടപ്പെട്ടവരെ മാത്രമാണ്. മോളോട് അവന് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇന്നത്തെ അവൻ്റെ ഓരോ പെരുമാറ്റത്തിൽ നിന്നും ഞങ്ങൾക്കത് മനസ്സിലായി. എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും. റിച്ചി ഒരു ചെറുത്താനാണ്. ഇവിടുത്തെ മാർക്കറ്റിൽ പലതും റിച്ചിയുടെ വർഷങ്ങളുടെ അധ്വാനമാണ്. മാർക്കറ്റിലെ കടകളെല്ലാം അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് തുച്ഛമായ തുകയ്ക്ക് വാടക കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അടുത്ത് ഗുണ്ടപ്പെരുവിന് ചെല്ലുന്നവർക്കും പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നവർക്കും റിച്ചി എന്നും ചെകുത്താനാണ്. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അതിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് റിച്ചി എന്ന ചെകുത്താനാണ്.
മരിയ അറിയുകയായിരുന്നു യഥാർത്ഥ റിച്ചിയെ. റിച്ചിയോടുള്ള ഭയം മാറി മരിയയുടെ മനസ്സിൽ അവനോട് ബഹുമാനം തോന്നി തുടങ്ങി. ഒപ്പം റിച്ചി എന്ന ചെറുതാനോട് ആരാധനയും. ഒരിക്കലും തൻ്റെ സമ്മതമില്ലാത്ത റിച്ചി തൻ്റെ ശരീരത്തിൽ തൊടില്ല. ആ കൈകൾ താൻ സുരക്ഷിതയാണെന്ന ബോധവും മരിയയിൽ ഉടലെടുത്തു. മരിയ ബെന്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോള് വിചാരിച്ചാൽ അവൻ്റെ ഈ ദേഷ്യമൊക്കെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, മത്തായിച്ചൻ പറഞ്ഞു. ബെന്നി പുറത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റു. എങ്ങോട്ടാ ബെന്നി? ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അതും പറഞ്ഞ് ബെന്നി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതേ, ഒന്ന് നിൽക്കുമോ? ബെന്നി മരിയെ തിരിഞ്ഞു നോക്കി. എന്നെയാണോ ഇപ്പോൾ വിളിച്ചത്? മരിയ അതേ എന്ന് തലയാട്ടി. മോൾ എന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ടാൽ മതി, അതുകൊണ്ട് ബെന്നിച്ചൻ അങ്ങനെ വിളിച്ചോ. ഇനി വിളിച്ച കാര്യം പറ. അത് പിന്നെ ബെന്നിച്ചായ പുറത്തുനിന്ന് ആഹാരം മേടിക്കണ്ട, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ വെച്ചോളാം. ബെന്നി മരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. നിമിഷ നേരം കൊണ്ട് ബെന്നി സാധനങ്ങളുമായി തിരിച്ചെത്തി. അപ്പോഴേക്കും മരിയ അടുക്കള മുഴുവൻ തൂത്തു തുടച്ച് വൃത്തിയാക്കിയിരുന്നു. പച്ചക്കറികളെല്ലാം അരിഞ്ഞു കൊടുക്കാൻ ബെന്നിയും മത്താച്ചനും മരിയെ സഹായിച്ചു. പച്ചക്കറിയെല്ലാം അരിഞ്ഞു കൊടുത്ത് പാത്രങ്ങളും കഴുകി വെച്ച് കൊടുത്തിട്ടാണ് ബെന്നിയും മത്താച്ചനും ഹാളിൽ വന്നിരുന്നത്. 12 മണിയോടുകൂടി റിച്ച് തിരിച്ചെത്തി. 2 കൈയിലും നിറയെ കവറുകളുമായിട്ടാണ് റിച്ച് വന്നത്. മത്താച്ചനെയും ബെന്നിയെയും ഒന്ന് നോക്കിക്കൊണ്ട് റിച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. മരിയ! ബെന്നിയുടെ വിളി കേട്ട് റിച്ച് തിരിഞ്ഞു നോക്കി. അടുക്കളയിൽ നിന്നും ഇറങ്ങുന്ന മരിയയെയും ബെന്നിയെയും മാറി മാറി നോക്കുകയാണ് റിച്ചി. എന്തിനാ ബെന്നിച്ചായ എന്നെ വിളിച്ചേ? എന്തെങ്കിലും വേണോ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോളെ. മോളുടെ ജോലിയെല്ലാം കഴിഞ്ഞോ? ഇല്ല ബെന്നിച്ചായ, മോരിന് കടുക് താളിക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ തീർന്നു. എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മരിയ പറയണേ. റിച്ചിക്കാണെങ്കിൽ മരിയയുടെ ബെന്നിച്ചായ എന്നുള്ള വിളിയും ബെന്നിയുടെ മരിയ എന്നുള്ള വിളിയും കേട്ട് ആകെ എന്തോ അസ്വസ്ഥത തോന്നി തുടങ്ങി. മരിയ! റിച്ചിയുടെ ദേഷ്യത്തിലുള്ള അലർച്ച കേട്ട് മരിയയും ബെന്നിയും മത്താച്ചനും ഒരുപോലെ ഞെട്ടി. റിച്ചി മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി. റിച്ചി റൂമിൽ ചെന്ന് കയ്യിലിരുന്ന കവറുകൾ ബെഡിലേക്ക് ഇട്ടു. റിച്ചിയുടെ മനസ്സിൽ മുഴുവൻ തൻ്റെ മുമ്പിൽ പേടിയോടുകൂടിയും ബെന്നിയുടെ മുമ്പിൽ പുഞ്ചിരിയോടുകൂടിയും നിൽക്കുന്ന മരിയയുടെ മുഖമായിരുന്നു. റിച്ചിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇത്രയും സമയമായിട്ട് മരിയ റൂമിലേക്ക് വരാഞ്ഞത് കൂടെ ആയപ്പോൾ റിച്ചിക്ക് ദേഷ്യം ഇരട്ടിയായി. ബെഡിൽ നിന്നും എഴുന്നേറ്റ് റിച്ച് റൂമിന് വെളിയിലിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടു സെറ്റിയിൽ ബെന്നിക്ക് അരികിലിരുന്ന് ചിരിയോടെ സംസാരിക്കുന്ന മരിയയെ. റിച്ച് പാഞ്ചു എന്ന് മരിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. മരിയ അകത്തേക്ക് കയറ്റി റിച്ച് റൂം ലോക്ക് ചെയ്തു. റിച്ചിയുടെ വലിഞ്ഞ മുറിയെ മുഖം കണ്ട് മരിയയ്ക്ക് പേടി തോന്നി. അതിൻ്റെ ഫലമായി കൊച്ചു നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ മുമ്പിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന മരിയെ കണ്ട് റിച്ചിയുടെ ദേഷ്യം ഇരട്ടിയായി. മരിയ! റിച്ചിയുടെ അലർച്ച കേട്ട് മരിയ വീണ്ടും ഞെട്ടി. ഇപ്പോൾ കരയുമെന്ന ഭാവത്തിലായി. നിന്നെ ഞാൻ വിളിച്ചിട്ട് എത്ര സമയമായിടി? ഇങ്ങോട്ട് വരാതെ നീ താഴെ എന്തെടുക്കുമായിരുന്നു? അത് പിന്നെ എന്നോട് ഇങ്ങോട്ട്. മരിയ, നിനക്ക് വിക്കുണ്ടോടി? ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മര്യാദക്ക് മറുപടി പറഞ്ഞോളാം, അല്ലാതെ നിന്ന് വിൽക്കിയാൽ ഇനി ഞാൻ പറയില്ല. എൻ്റെ കൈയുടെ ചൂട് നേറിയും. കേട്ടല്ലോ? കേട്ടു. ദാ, ഇത് നിനക്ക് കുറച്ച് ഡ്രസ്സാണ്, പാകമാണോന്ന് ഇട്ടു നോക്ക്, അല്ലെങ്കിൽ മാറ്റി വാങ്ങാം. ബെഡിൽ കിടക്കുന്ന കവറുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ട് റിച്ച് പുറത്തേക്ക് പോയി. മരിയ ആ കവറുകൾ ഓരോന്നായി തുറന്നു നോക്കി. 5 ചുരിദാറും 5 മിഡിയും ടോപ്പും ഇന്നേഴ്സ് വരെ ഉണ്ടായിരുന്നു. മരിയ അതിൽ നിന്നും ഒരു മെറൂൺ ചുരിദാർ എടുത്ത് ബാത്റൂമിൽ കയറി. കുളിച്ചിറങ്ങി ചുരിദാറും ഇട്ട് കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നു. അളവെടുത്ത് തയ്ച്ചതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. മെറൂൺ കളർ ചുരിദാറിൽ മരിയയുടെ വെളുത്ത നിറം ഒന്നുകൂടി എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. കൈകൊണ്ട് മുടി കോതി ഒതുക്കി മരിയ താഴേക്ക് ചെന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മരിയെ ഒരു നിമിഷം എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി നിന്നു. യാതൊരു ചമയങ്ങളും ഇല്ലാതെ തന്നെ മരിയ ആ വേഷത്തിൽ സുന്ദരിയായിരുന്നു. മരിയയുടെ കണ്ണുകൾ തന്നെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കുന്ന റിച്ചിയുടെ മുഖത്താണ് ചെന്നെത്തിയത്. ആ കണ്ണുകളിൽ അലടിക്കുന്ന ഭാവം അവൾക്ക് മനസ്സിലായില്ല. പ്രണയം നിറഞ്ഞ റിച്ചിയുടെ ആ നോട്ടത്തിൽ ആദ്യമായി മരിയ റിച്ചിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികളും വിടരുന്ന കണ്ണുകളും റിച്ചി ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ആ കാഴ്ച കണ്ട ബെന്നിയും മത്തായച്ചനും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ബെന്നിയുടെ ആക്കിയുള്ള ചുമ കേട്ടാണ് റിച്ചി മരിയയിൽ നിന്നും ഒരു നോട്ടം പിൻവലിച്ചത്. മോള് വാ, നമുക്ക് കഴിക്കാനുള്ളത് എടുത്തു വെക്കാം. മത്തായച്ചൻ മരിയയും വിളിച്ച് അടുക്കളയിലേക്ക് പോയി. ചോറ് കറികളും എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു. അപ്പോഴേക്കും റിച്ചിയും ബെന്നിയും കഴിക്കാനിരുന്നിരുന്നു. മത്തായച്ചനാണ് ബെന്നിക്ക് വിളമ്പി കൊടുത്തത്. ചോറും മോരും അവിയലും തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും നല്ല കടുമാങ്ങ അച്ചാറും. മരിയമോൾ എന്താ ഇരിക്കാത്തത്? വാ, വന്നിരുന്ന് കഴിക്ക്. മരിയ തൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന് കരുതിയ റിച്ചിയുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് കൊച്ചു നേരെ ബെന്നിയുടെ അടുത്ത് ചെന്നിരുന്നു. റിച്ചിക്കാണെങ്കിൽ ബെന്നിയുടെ മരിയ എന്നുള്ള വിളി തന്നെ തീരെ പിടിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ കൂടി ഈ ഇരിപ്പും കൂടി ആയപ്പോൾ പറയണ്ടല്ലോ. പോരാത്തതിന് മരിയ തന്നെ ബെന്നിക്ക് വിളമ്പി കൊടുക്കാനും തുടങ്ങി. ആ കാഴ്ച കൂടി ആയപ്പോൾ എല്ലാം ശുഭം. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് മരിയ പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോയി. മരിയ മോളെ, എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാമോ? അടുക്കളയിലേക്ക് നടക്കുന്ന മരിയയെ നോക്കി ബെന്നി വിളിച്ചു. ഇപ്പോൾ കൊണ്ടുവരാം ബെന്നിച്ചായ. ബെന്നിക്ക് വെള്ളം കൊണ്ടു കൊടുത്ത് മരിയ തിരിച്ച് അടുക്കളയിലേക്ക് പോയി. ബെന്നി, നീ എന്താ അവളെ വിളിച്ചത്? മരിയ, അതല്ലേ അവളുടെ പേര്? അല്ല, ആൻമരിയ, അതാണ് അവളുടെ പേര്. അതിനിപ്പോൾ എന്താ? നീ മരിയ എന്നല്ലേ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് കേട്ട് ആരും അത് ഏറ്റുപിടിച്ച് വിളിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇതെന്ത് കഷ്ടമാണ്. എനിക്കൊന്നും വയ്യ ആൻമരി എന്ന് നീട്ടി വിളിക്കാൻ. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാമല്ലോ. ഇനി ഈ വീട്ടിൽ വേറെ ആരും അവളെ മരിയ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടുപോകരുത്. ആർ യു ഇൻ ലവ് വിത്ത് ഹർ? റിച്ചി? ബെന്നിയുടെ ചോദ്യം കേട്ട് റിച്ചി ഒന്ന് ഞെട്ടി. പറ റിച്ചി, നീ അവളെ പ്രണയിക്കുന്നുണ്ടോ? ബെന്നിയുടെ ചോദ്യം കേട്ട് റിച്ചി മറുപടി ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ ചെറുക്കന് ഇത് എന്തു പറ്റി?
കുശുമ്പ്? മത്തായിച്ചൻ നെറ്റിൽ വിളിച്ച് ബെന്നിയെ നോക്കി. നമുക്ക് സ്വന്തമെന്ന് തോന്നുന്ന ആൾ മറ്റൊരാളോട് അമിത സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ, സ്നേഹം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കുശുമ്പ്. തുടരൂ.